സഹകരണ സംഘങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റുമതി ആരംഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി എല്ലായിടത്തും സഹകരണ സംഘങ്ങൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം വെളിയന്നൂരിലെ ഈനാട് യുവജന സഹകരണ സംഘത്തിന്റെ പഠന ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി എൻ വാസവൻ. ഈനാട് സഹകരണ സംഘത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാര പരിശോധന നടത്തി കയറ്റുമതി സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ സഹകരണ വകുപ്പ് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ സഹകരണ മേഖലയിൽ ഫുഡ് പ്രോഡക്റ്റുകൾ നമ്മൾ പല സ്ഥലങ്ങളിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് 30ഓളം സഹകരണ സംഘങ്ങൾ ഉത്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ നാടുകളിലേക്കും അമേരിക്കയിലേക്കും എക്സ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കും. ഇന്നലെ കിട്ടിയ ഒരു വിവരം അനുസരിച്ച് 30 സഹകരണ സംഘങ്ങളിലെ 12 ടണ്ണോളം പ്രോഡക്റ്റുകൾ അതിൻ്റെ ക്വാളിറ്റി കെയർ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൃത്യമായി ലഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ ഷിപ്പിൽ അത് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സഹകരണ മേഖലയ്ക്ക് വലിയ രൂപത്തിലുള്ള കരുത്ത് പകരുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പല രൂപത്തിലുള്ള വെല്ലുവിളി അഭിമുഖീകരിക്കുമ്പോഴും ഇത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മേഖലയുടെ പുരോഗതി ഇപ്പോൾ ഇവിടെ തന്നെ ഇവർ സൂചിപ്പിച്ചു. ഈ വർഷം 50 ലക്ഷത്തിലധികം രൂപ ലാഭത്തിലാണ് ഈ സംഘം ഓടുക. ഒരു സംഘം അതിൻ്റെ ശൈശവദശ പിന്നിടുന്നതേ ഉള്ളൂ. ആ ശൈശവദശ പിന്നിടുന്നതിന് മുമ്പേ അത് ബാല്യത്തിലേക്ക് എത്തുമ്പോൾ തന്നെ 10-68 ലക്ഷം രൂപ ലാഭത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പുതിയ സഹകരണ നിയമ ഭേദഗതിയിൽ യുവാക്കളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി എല്ലായിടത്തും സഹകരണ സംഘങ്ങൾ തുടങ്ങും. സഹകരണ മേഖലയിലെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ടുള്ള സഹകരണ ബിൽ ചട്ടമാക്കി ജൂലൈയിൽ വിജ്ഞാപനം പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഈനാട് പുറത്തിറക്കിയ ഈനാട് സൈലം ബയോമിൽസ് ജൈവവളങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപണനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിന്ദുവിന് കൈമാറി മന്ത്രി നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി 2021 സെപ്റ്റംബർ 6-ന് പ്രവർത്തനമാരംഭിച്ച ഈനാട് യുവജന സഹകരണ സംഘം ഉറവിട മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പുതിയ മാതൃക സൃഷ്ടിച്ചാണ് മുന്നേറുന്നത്. സഹകരണ വകുപ്പിന്റെ ശുചിത്വം സഹകരണം പദ്ധതി ഉൾപ്പെടെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശുചിത്വ പദ്ധതികൾ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ നാട്. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്റ്റാർട്ടപ്പായ ഫോബ് സൊല്യൂഷൻസുമായി ചേർന്നാണ് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വൈവിധ്യപൂർണ്ണമായ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും പരിശീലനവും നൽകുന്നതിനായാണ് ഈനാട് ക്യാമ്പസ് പഠന ഗവേഷണ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ബിന്ദു, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC കുര്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി മുകേഷ് കെ. മണി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി അജയൻ കെ. മേനോൻ, ഈനാട് സഹകരണ സംഘം പ്രസിഡന്റും വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സജേഷ് ശശി, മറ്റ് ജനപ്രതിനിധികൾ, സഹകരണ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് 2.45 കോടി രൂപയുടെ ബജറ്റ്. ഉയർന്ന ടിക്കറ്റ് നിരക്കിൽ ഇത്തവണ ലക്ഷറി ബോക്സ് ഒരുക്കും. ക്ലബ്ബുകൾക്കുള്ള ബോണസ്, മെയിൻ്റനൻസ് ഗ്രാന്റ് എന്നിവ 10% വർദ്ധിപ്പിച്ചു. ഓഗസ്റ്റ് 10-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ ഇത്തവണ പ്രത്യേക ലക്ഷറി ബോക്സും ഇരിപ്പിടങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും എടുക്കാൻ കളക്ടറേറ്റിൽ ചേർന്ന നെഹ്റു ട്രോഫി ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. NTBR സൊസൈറ്റിയുടെ ടിക്കറ്റ് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാണ് ഉയർന്ന നിരക്ക് വാങ്ങിയുള്ള ലക്ഷറി ബോക്സ് ഇത്തവണ തയ്യാറാക്കുന്നത്. ഒരാൾക്ക് 10,000 രൂപയും 3 പേരടങ്ങുന്ന കുടുംബങ്ങൾക്ക് 25,000 രൂപയുമാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ക്ലബ്ബുകൾക്കുള്ള ബോണസ്, വള്ളം ഉടമകൾക്കുള്ള മെയിൻ്റനൻസ് ഗ്രാന്റ് എന്നിവ ഇത്തവണയും 10% വർദ്ധിപ്പിച്ചു. 2024-ലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ബജറ്റ് യോഗം അംഗീകരിച്ചു. 2,45,82,000 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഈ വർഷത്തെ വള്ളംകളിയുടെ വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. PP ചിത്തരഞ്ജൻ MLA-യുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, NTBR സൊസൈറ്റി സെക്രട്ടറി കൂടിയായ സബ് കളക്ടർ സമീർ കൃഷ്ണൻ, ഇൻഫ്രാസ്ട്രക്ചർ സബ് കമ്മിറ്റി കൺവീനർ MC സജീവ് കുമാർ, മുൻ MLA-മാരായ CK സദാശിവൻ, KK ഷാജു, AA ഷുക്കൂർ, പബ്ലിസിറ്റി സബ് കമ്മിറ്റി കൺവീനർ KS സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്പക്കുളം മൂലം ജലോത്സവ സമിതി സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും സബ് കളക്ടർ സമീർ കിഷൻ നിർവഹിച്ചു. ജൂൺ 10 മുതൽ 15 വരെയാണ് കളിവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ.
യോഗത്തിൽ മുൻ MLA KK ഷാജു അധ്യക്ഷനായി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TG ജലജകുമാരി, മിനി മന്മഥൻ നായർ, ജലോത്സവ കമ്മിറ്റി കൺവീനറും കുട്ടനാട് തഹസിൽദാറുമായ PV ജയേഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 10 മുതൽ 15 വരെയാണ് കളിവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ. When I was coming here, and I come in this area very often, Ratri Kalam or anytime I come. The small and cherry islands on which Udu wheat matram here. Very interesting. In the water, everywhere you have water in that, you have a very small island, cherry island. On there is only one house. You imagine the way in which the person who is living there, he is communicating, he is going outside. More interestingly, you also look at the way that electricity connection ഉണ്ട്. കോന്നിയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിനായി വിപുലമായ പദ്ധതികൾ തയ്യാറാവുന്നു. ഇത് സംബന്ധിച്ച് കോന്നി അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ യോഗം ചേർന്നു. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കിയുള്ള പദ്ധതിയാണ് ഒരുങ്ങുന്നത്. ഗവി, അടവി, ആനക്കൂട് ടൂറിസം കേന്ദ്രങ്ങളെ പരസ്പരം കോർത്തിണക്കിയുള്ള വിശദമായ പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആനക്കൂട്ടിൽ സന്ധ്യാസമയങ്ങളിൽ കൂടുതൽ സമയം സഞ്ചാരികൾക്ക് ചെലവഴിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും തീരുമാനമായി. കോന്നി ആനത്താവളത്തിലെ ആനകൾക്കും പാപ്പാന്മാർക്കും പരിശീലനം നൽകി 2 മാസത്തിനകം ആന സവാരി ആരംഭിക്കും. കോന്നിയിൽ നിന്നും ജംഗിൾ സഫാരിക്കായി ട്രക്കിംഗ് ആരംഭിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. പുരാവസ്തു മ്യൂസിയം തുറക്കുന്നതിന്റെ ഭാഗമായി പുരാവസ്തു വകുപ്പ്, വനം വകുപ്പ്, DTPC ഉദ്യോഗസ്ഥരുടെ യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു. അടവിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾക്കായി ആകർഷകമായ ഗാർഡൻ, റെസ്റ്റോറന്റ്, വ്യൂ ഡെക്ക്, എലഫന്റ് ട്രഞ്ച്, ബാത്തിംഗ് പൂൾ, വാട്ടർ കിയോസ്ക്, ജംഗിൾ ലോഡ്ജിൽ ഡോർമെട്രിയും മുറികളും, വിശാലമായ പാർക്കിംഗ് ഏരിയ, പാതയോരത്തെ ഭക്ഷണശാല തുടങ്ങിയവയും ക്രമീകരിക്കും. അടവിയിലെ ബാംബു ഹട്ടുകൾ കൂടുതൽ എണ്ണം നിർമ്മിക്കുന്നതിനും നിലവിലുള്ളവ കൂടുതൽ വിപുലീകരിക്കുന്നതിനും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കോന്നി DFOയ്ക്ക് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആർക്കിടെക്റ്റിനെ ചുമതലപ്പെടുത്തി അടവിയിൽ ആന പുനരധിവാസ കേന്ദ്രം തയ്യാറാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. പ്രധാനമായും ആനക്കൂടിലും അടവിയിലും ഗവിയിലും കൂടുതൽ സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന പദ്ധതികളാണ് പ്ലാൻ ചെയ്തത്. അതിൽ അടവിയിൽ സഞ്ചാരികളെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ പദ്ധതികളുടെ DPR, പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ DPR തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അത് സംബന്ധിച്ച DPR 2 മാസത്തിനുള്ളിൽ ഫൈനലൈസ് ചെയ്യണം എന്ന് ഇന്നത്തെ യോഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആന പുനരധിവാസ കേന്ദ്രം മുണ്ടോമൂഴിയിലും അതോടൊപ്പം തന്നെയുള്ള വനം വകുപ്പിന്റെ സ്ഥലവുമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രൊജക്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഗവിയിലേക്ക് പോകുന്ന സഞ്ചാരികൾക്കായി കക്കിയിലെ പഴയ ഫോറസ്റ്റ് ഓഫീസ് കെട്ടിടം നവീകരിച്ച് റെസ്റ്റോറന്റ്, സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ, വാഷ്റൂം എന്നിവയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും. ആങ്ങാമൂഴിയെ ഗവിയുടെ കവാടമായി കണ്ട് പഞ്ചായത്തിന്റെ സഹായത്താൽ വിവിധങ്ങളായ പദ്ധതി തയ്യാറാക്കി നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഗവിയിലേക്കെത്തുന്ന എല്ലാ സഞ്ചാരികൾക്കും ആകർഷകമായ തരത്തിൽ ചിലവഴിക്കുന്നതിന് ആങ്ങാമൂഴിയെ ക്രമീകരിക്കും. അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, വനം വകുപ്പ്, ടൂറിസം വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന 1 ലക്ഷം യുവാക്കൾക്ക് ഈ വർഷം തൊഴിൽ ലഭ്യമാക്കുവാനുള്ള പ്രവർത്തനമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നടപ്പാക്കി വരുന്നതെന്ന് കമ്മീഷൻ അംഗം P. റോസ. കമ്മീഷൻ പത്തനംതിട്ട ജില്ലയിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ വിശദാംശങ്ങൾ അറിയിക്കുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ന്യൂനപക്ഷങ്ങളിലെ പാർശ്വവൽകൃത ജനസമൂഹത്തിന് ആവശ്യമായ നൈപുണ്യ പരിശീലനവും തൊഴിലും ഉറപ്പുവരുത്തുവാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും കേരള നോളജ് ഇക്കോണമി മിഷനുമായി യോജിച്ച് പ്രവർത്തനം നടത്തുമെന്ന് P. റോസ പറഞ്ഞു. കേരള സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന
നോളജ് ഇക്കണോമി മിഷൻ മുഖാന്തരം 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അതിന്റെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുമായി ചേർന്നുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 1 ലക്ഷം അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന് കൂടി ന്യൂനപക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിലെ നോളജ് ഇക്കണോമി മിഷനുമായി ചേർന്നുകൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ലോകത്ത് നല്ലൊരു തൊഴിൽ സ്വന്തമാക്കാൻ ഉയർന്ന വിദ്യാഭ്യാസം മാത്രം മതിയാവില്ല. മാറിയ ലോകത്തിലെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യവും തൊഴിലന്വേഷകർക്ക് ആവശ്യമാണ്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് ന്യൂനപക്ഷ സമൂഹത്തിലെ തൊഴിലന്വേഷകരെ സജ്ജമാക്കുന്നതിനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്നും അവർ വ്യക്തമാക്കി. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ ബോധവാന്മാരാക്കുക, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുക എന്നതാണ് കമ്മീഷൻ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനു മുന്നോടിയായാണ് ഇത്തരത്തിലുള്ള സെമിനാർ സംഘടിപ്പിക്കുന്നതെന്നും കമ്മീഷൻ അംഗം പി റോസ പറഞ്ഞു. ന്യൂനപക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിൽ 11ാമത് ജില്ലാതല സെമിനാറാണ് ശനിയാഴ്ച പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നത്. രാവിലെ 10-ന് മന്ത്രി വീണ ജോർജ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ, കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ റഷീദ്, കമ്മീഷൻ അംഗങ്ങൾ, കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി.എസ്. ശ്രീകല, വിവിധ മതമേലധ്യക്ഷന്മാർ, ന്യൂനപക്ഷ സംഘടനാ നേതാക്കൾ എന്നിവരും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500 പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുക്കും. രാവിലെ 9:30 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജി, സെമിനാർ സംഘാടക സമിതി ചെയർമാൻ ഫാദർ ജിജി തോമസ്, ജനറൽ കൺവീനർ എം.എച്ച്. ഷാജി, വൈസ് ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരന്തരമായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവിനെതിരെ AIYF അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ആശുപത്രിയുടെ പ്രധാന കവാടത്തിൽ പോലീസ് തടഞ്ഞു. AIYF മണ്ഡലം സെക്രട്ടറി ജി സുധീഷ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ചില ആളുകളുടെ കർത്തവ്യമായി വന്നു കഴിഞ്ഞാൽ ജോലി ലഭിക്കുന്ന അവസ്ഥയാണ്. ഇവിടുത്തെ നിയമനങ്ങൾ PSCക്കോ ഇല്ലെ എംപ്ലോയ്മെന്റിനോ അതുപോലുള്ള സർക്കാർ സംവിധാനങ്ങൾ വഴി നടത്തിയാൽ ഒരു പരിധിവരെ ഈ ഹോസ്പിറ്റൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. പ്രതിഷേധ യോഗത്തിൽ ബിൻഷ മോൾ അധ്യക്ഷത വഹിച്ചു. CPI വണ്ടാനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് കുഞ്ഞുമോൻ, A അനസ്, സാജു, മുഹ്സിന, പ്രഭാഷ്, ബിബിജിത്ത് എന്നിവർ സംസാരിച്ചു. ആശുപത്രിയുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാണിച്ച് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനവും നൽകി. പ്രസവത്തെ തുടർന്ന് 7 ദിവസമായി തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വൃക്ഷവിലാസം മനുവിന്റെയും സൗമ്യയുടെയും പെൺകുഞ്ഞാണ് മരിച്ചത്. ആശുപത്രിയിലെ അനാസ്ഥയാണ് മരണകാരണം എന്നാരോപിച്ചായിരുന്നു AIYFന്റെയും പ്രതിഷേധം. കാവാലം കുന്നുമ്മ ശ്രീ വിശ്വകർമ്മ ദേവ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ തിരുവുത്സവം ജൂൺ 8-ന് ആരംഭിച്ച് 15-ന് സമാപിക്കും. ജൂൺ 13 വ്യാഴാഴ്ച താഴികക്കുട സമർപ്പണവും വെള്ളിയാഴ്ച അഷ്ടബന്ധ കലശാഭിഷേകവും നടക്കും. ജൂൺ 15 ശനിയാഴ്ച രാവിലെ 8-നും 9-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലാണ് തൃക്കൊടിയേറ്റ്. തലവടി ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭ്യമായ 6 ലക്ഷം രൂപ ഉപയോഗിച്ച് പുതിയ അടുക്കളപ്പുര നിർമ്മിച്ച് ഇന്നതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇവിടെ പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് ഉതകത്തക്ക രീതിയിലുള്ള നല്ല ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ അടുക്കളപ്പുരയാണ്. അത് നിർമ്മിക്കാൻ വേണ്ടി ഏറ്റെടുത്ത കോൺട്രാക്ടർക്കും ഇതിന്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി സഹായം നൽകിയ ഗവൺമെന്റിനും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സുജിമോൾ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് മുഖ്യപ്രഭാഷണം നടത്തി. AEO K. സന്തോഷ്, BPO G. ഗോപലാൽ, പ്രധാനാധ്യാപിക MS. അനിത, അധ്യാപികമാരായ V. രാജി, മോളമ്മ ജോർജ്, കോൺട്രാക്ടർ മാത്യു എബ്രഹാം എന്നിവർ സംസാരിച്ചു. 6 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാചകപ്പുരയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്.
തലവടി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ റോഡിന് കുറുകെ മാർഗ തടസ്സമായി വീണുകിടന്ന ആഞ്ഞിലി മരം വെട്ടിമാറ്റി. ദിവസങ്ങൾ നീണ്ട യാത്രാ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമായത്. കഴിഞ്ഞ 2 ആഴ്ചയായി റോഡിൽ വീണുകിടന്നിരുന്ന മരമാണ് ഉടമകളുമായി സംസാരിച്ച ശേഷം ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വെട്ടിമാറ്റിയത്. ഇതേ തുടർന്ന് ദിവസങ്ങൾ നീണ്ട യാത്രാ ദുരിതത്തിന് പരിഹാരമായി. വസ്തു ഉടമകൾ വിദേശത്തായതിനാലാണ് മരം വെട്ടി നീക്കുന്നതിന് കാലതാമസം നേരിട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, പൊതുപ്രവർത്തകരായ ഇ.കെ. തങ്കപ്പൻ, സോമശേഖരക്കുറുപ്പ്, വിജീഷ്, ശ്രീകാന്ത് എന്നിവർ നേതൃത്വം നൽകി. ചമ്പക്കുളം ബിഷപ്പ് കുര്യാളശ്ശേരി പബ്ലിക് സ്കൂളിലെ ഈ വർഷത്തെ പ്രീ പ്രൈമറി പ്രവേശനോത്സവം കഴിഞ്ഞ ദിവസം നടന്നു. നെടുമുടി ASI ജലജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ ജാൻസി റാണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നെടുമുടി ASI ബിന്ദു, PTA പ്രസിഡന്റ് സാബു C. വർഗീസ്, സ്റ്റാഫ് സെക്രട്ടറി സുജമ്മ വർഗീസ് എന്നിവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചും ഉപയോഗം കഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്ന പ്രവണതയ്ക്കെതിരെ നിശ്ചല ദൃശ്യമൊരുക്കിയും ചതുർത്ഥ്യാഗിരി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ചത്. പ്ലാസ്റ്റിക് എന്ന കൊടും വിപത്തിൽ നിന്ന് ഭൂമിയെ എങ്ങനെ രക്ഷിക്കാമെന്ന വിഷയത്തെ ആസ്പദമാക്കി സംവാദം നടത്തിയും വഴിയോരത്തെയും ജലാശയങ്ങളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചും ഉപയോഗം കഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്ന പ്രവണതയ്ക്കെതിരെ നിശ്ചല ദൃശ്യമൊരുക്കിയുമാണ് ചതുർത്ഥ്യാഗിരി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനം ആചരിച്ചത്. വീടിനൊരു തണൽ എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും സ്വഭവനങ്ങളിൽ വൃക്ഷത്തൈ നടുകയും ചെയ്തു. പോസ്റ്റർ രചനാ മത്സരവും സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനത്തിൽ പ്രഥമാധ്യാപകൻ TT തങ്കച്ചൻ അധ്യക്ഷനായി. സീനിയർ അധ്യാപിക മിനിക്കുട്ടി ജോസഫ്, അധ്യാപകരായ KA നൈസാം, രമ B. പണിക്കർ എന്നിവർ സംസാരിച്ചു. മുട്ടാർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ VV മാത്യു നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാര കർമ്മങ്ങൾ ശനിയാഴ്ച രാവിലെ 10-ന് വെട്ടുപറമ്പിൽ ഭവനത്തിൽ ആരംഭിക്കും. മുട്ടാർ സെന്റ് ജോർജ് ദൈവാലയ സെമിത്തേരിയിലാണ് സംസ്കാരം. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കുടുംബശ്രീ ജില്ലാ മിഷൻ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി വെളിയനാട് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന BRC ഓഫീസിലേക്ക് 6 മാസ താൽക്കാലിക ഒഴിവിൽ അക്കൗണ്ടന്റിനെ നിയമിക്കുന്നു. കമ്പ്യൂട്ടർ പരിജ്ഞാനവും കൊമേഴ്സ് ബിരുദവുമുള്ള പ്രസ്തുത ബ്ലോക്കിൽ സ്ഥിരതാമസക്കാരായവർക്ക് അപേക്ഷിക്കാം. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അപേക്ഷ, ബയോഡാറ്റ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കോപ്പി, ആധാർ കോപ്പി, CDSന്റെ സാക്ഷ്യപത്രം എന്നിവ ജൂൺ 13-ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് നേരിട്ടോ തപാൽ വഴിയോ എത്തിക്കണം. എഴുത്തു പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം. വിലാസം: ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, വലിയകുളം, ആലിശ്ശേരി വാർഡ്, ആലപ്പുഴ. ഫോൺ 9400 920 199. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് CDS ഓഫീസുമായും ബന്ധപ്പെടാവുന്നതാണ്. കോട്ടയം പാത്താമുട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി അഭിമുഖം നടത്തുന്നു. ഹിന്ദിയിൽ ബിരുദം അഥവാ സാഹിത്യാചാര്യ KTET 4 എന്നിവയും ഉയർന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ അസൽ രേഖകളുമായി ജൂൺ 12-ന് രാവിലെ 11-ന് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് എത്തേണ്ടതാണ്. താൽപ്പര്യമുള്ളവർ അസൽ രേഖകളുമായി ജൂൺ 12-ന് രാവിലെ 11-ന് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിന് എത്തേണ്ടതാണ്. സഹകരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററിൽ 6 മാസം ദൈർഘ്യമുള്ള ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC അഥവാ +2 ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 9462447001 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6750 രൂപ, പവന് 54,000 രൂപ.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.